ബുള്ളറ്റ് നാൻ ഒരു മസ്റ്റ് കേട്ടോ. എവിടെ ചെന്നാലും ആദ്യം തന്നെ ഒരു ബോട്ടിൽ വെള്ളം കൊണ്ട് ടേബിളിൽ വെക്കുന്ന ഒരു ബിസിനസ് ട്രിക്കാണ്. ഞാനിവിടെ വെള്ളത്തിന് ചൂടുവെള്ളം ചോദിച്ചപ്പോഴേ വെള്ളം ചോദിച്ചു, ഇനി ചൂടുവെള്ളം മതി എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ മിനറൽ വാട്ടർ ചൂടാക്കി തരാമെന്ന്. ഇപ്പോൾ ഒട്ടിച്ച് മിനറൽ വാട്ടറായി. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മളിന്നിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നേക്കുവാണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്നാണ് അതിൻ്റെ പേര്. ഹൈടെക് സിറ്റിയുടെ അടുത്താണ്. ഹൈടെക് സിറ്റി മെട്രോയിൽ വന്നിട്ട് ഒരു 800 മീറ്ററേ ഉള്ളൂ. ആ പഴയ ജിറ്റി റോഡുണ്ട്, ഏഷ്യയിലെ ലോങ്ങസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് റോഡാണ്. അങ്ങ് കാബൂളിൽ നിന്ന്, അഫ്ഗാനിസ്ഥാൻ കാബൂളിൽ നിന്ന് തുടങ്ങി ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിൽ വരെ ഉണ്ടായിരുന്ന ഒരു റോഡാണ്. ഏഷ്യയിലെ ഓൾഡസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ്. 2400 കിലോമീറ്റർ ആയിരുന്നു. ആ റോഡിലുണ്ടായിരുന്ന പല പല ഈറ്ററീസിൻ്റെ ഇതിൽ നിന്ന് ഇൻസ്പയറായി ഇവർ കുറേ ഡിഷസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ ഡിഷസൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് വന്നതാണ്. നമുക്ക് നോക്കാം. ഞാൻ ഇതൊരു അകത്തേക്ക് കയറിയില്ല. അകത്തേക്ക് കയറി നമുക്കൊന്ന് കഴിച്ചിട്ട് നമ്മുടെ അഭിപ്രായം പറയാം. ഞാൻ ഗ്രാൻഡ് ട്രങ്ക് റോഡ് റെസിപ്പീസ് ക്യുസീൻസ്, ഗ്രാൻഡ് ട്രങ്ക് റോഡ് ക്യുസീൻസ് എന്നൊക്കെ പറഞ്ഞ് തപ്പിയപ്പോൾ എനിക്ക് ഈ ഹൈദരാബാദിലും പിന്നെ ഡൽഹിയിലും ഓർമ്മയുണ്ട്. ഇതാകെ മാത്രമാണ് ഇന്ത്യയിലുള്ളത്. നമുക്ക് അകത്ത് കയറി ഇവരുടെ ഡിഷസ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്തിട്ട് പറയാം. ചൈനീസ് ഡിഷസും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമുക്കൊന്ന് ചോദിക്കാം. ട്രക്കുകളുടെയൊക്കെ നമ്പറുകൾ വെച്ചിട്ടുണ്ട്. ജി ടി റോഡ് ഇൻസ്പയർ ഒരു ധാബ, ഒരു മോഡേൺ ധാബ. സാധാ ധാബേനെ പകരം അതിനകത്തൊരു ട്രക്കുണ്ട്. അത് ക്ലോസ്ഡ് ആണ്. ട്രക്കിലിരുന്ന് കഴിക്കാൻ പറ്റുന്ന, ട്രക്കിൻ്റെ പുറകിൽ കാണിച്ചു തരാം. ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു. അവിടെ ഒരു ട്രക്ക് ഒരു മേടിച്ചിട്ട് ടാറ്റയുടെ ബ്രാൻഡിങ് എടുത്ത് കളഞ്ഞു. മോഡേൺ ധാബയാണ്. സ്കാൻ ടു ഓർഡർ ആണ്. സ്കാൻ ചെയ്തിട്ട് QR കോഡ് വെച്ച് സ്കാൻ ചെയ്യണം. മൊത്തത്തിലൊരു മോഡേൺ ധാബയാന്ന് പറയാം. വളരെ പഴയ ഈ ധാബ ചിക്കനെ. Oh, bullet naan, garlic naan. Oh, sir. ये स्पेशल क्या है? स्पाइसी रहता है। ये कश्मीरी चिल्ली पाउडर रहेगा ऊपर से टॉपिंग. Okay. नॉर्मली बटर नान आल्सो ये कश्मीरी चिल्ली पाउडर आल्सो टॉपिंग. स्पाइसी. ഓക്കെ, ഗാർലിക് നാനും മേടിച്ചിട്ടുണ്ട്, ബുള്ളറ്റ് നാനും മേടിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് പറയാം. ഇവിടുത്തെ സിറ്റിങ്ങും കസേരയും ടേബിളും എല്ലാം ഒരു റഫ് ആൻഡ് ടഫാണ്. ഈവൻ ടൈല് വരെ. ഒരു ആക്ച്വൽ ധാബയുടെ ഒരു എക്സ്പീരിയൻസ്, ഒരു മോഡേൺ ധാബ എക്സ്പീരിയൻസ്. ബുള്ളറ്റ് നാൻ ടേസ്റ്റ് ബഡ്സൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കണം. കൊള്ളാം. ഞാൻ ചോദിച്ചു ഏതാ നല്ലതെന്ന്. ഒരു പറഞ്ഞു ഗോ ഫോർ ഡാബ ചിക്കൻ കറി. പിന്നെ സ്റ്റാർട്ടേഴ്സിനൊന്നും പോയില്ല, നേരെ മെയിൻ കോഴ്സിലേക്ക് കയറി. ഒരാളേ ഉള്ളൂ, ഒരാൾ തന്നെ സ്റ്റാർട്ടറും മെയിൻ കോഴ്സും രണ്ടുമൂന്നും കഴിക്കാൻ പറ്റില്ലല്ലോ.
അല്ലെങ്കിൽ ബുഫേ ആയിരിക്കണം. ബുഫേ ആണെങ്കിൽ ആവശ്യമുള്ള എടുത്താണല്ലോ. പണ്ട് ഇവിടെ ബുഫേ ഉണ്ടായിരുന്നു, ഇപ്പോൾ നിന്ന് പോയതാണ്. പാലക്കാട്ടേ ഉള്ളൂ. കൊള്ളാം കൊള്ളാം, നല്ല എക്സ്പീരിയൻസ്. കുറേ ഇലകളൊക്കെ ഇതിനകത്തുള്ള കറിക്കകത്തുള്ള പോലെ തോന്നണം. ഞാൻ പുള്ളിനോട് ചോദിച്ചു സ്പൈസി വേണോ നോൺ സ്പൈസി വേണോ എന്ന് ചോദിച്ചു. എനിക്ക് ഏതായാലും കുഴപ്പമില്ല, നല്ലത് പറയുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു ഗോ ഫോർ മീഡിയം സ്പൈസി ട്രൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ മീഡിയം സ്പൈസി ഞാൻ ഓർഡർ ചെയ്തത്. അടുത്ത നമുക്ക് നമ്മുടെ ഗാർലിക് നാൻ എന്ന പരീക്ഷ നോക്കാം. ഇച്ചിരി സ്പൈസിയാണ്, നല്ല എക്സ്പീരിയൻസാണ്. പക്ഷേ ഒരു സ്മൂത്തായിട്ട് കഴിക്കാൻ ഗാർലിക് നാനാണ്. ഇവരുടെ ബുള്ളറ്റ് നാൻ ഇവരുടെ ഫേമസ് ആണ്. വാവ്, നല്ല ദൂരമുണ്ട് മെട്രോയിൽ. ഞാൻ നിന്ന അസംബ്ലി മെട്രോ സ്റ്റേഷനിൽ നിന്ന് 1 മണിക്കൂർ എടുത്തുകൂടെ എത്താൻ. മെട്രോയിലും ഹൈടെക് സിറ്റിയുടെ അടുത്ത്. ആഹാ, നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ തേടി കണ്ടുപിടിച്ച് കഴിക്കണം. എന്നാലല്ലേ നമ്മുടെ ചരിത്രം അറിയാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ ഏത് സിറ്റി ചെന്നാലും മലയാളി റെസ്റ്റോറൻറ്റ്, ഉടുപ്പി റെസ്റ്റോറൻറ്റ് തപ്പി മസാല ദോശയും കട ബിരിയാണി തന്നെ കഴിച്ചപ്പോൾ ഇങ്ങനെയുള്ള സംഭവമൊക്കെ ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ബുള്ളറ്റ് നാൻ നെക്സ്റ്റ് ട്രിപ്പ് സിറ്റി ഓഫ് മുംബൈ. മുംബൈയിലുള്ള എന്ത് സംഭവങ്ങൾ കണ്ടുപിടിക്കും. ഇതൊരു ഹൈദരാബാദി ടേസ്റ്റ് അല്ല, നോർത്ത് ഇന്ത്യൻ ഫീലുണ്ട്. പക്ഷേ ടേസ്റ്റ് കൊള്ളാം. ബുള്ളറ്റ് നാൻ ഒരു മസ്റ്റ് ട്രൈ കേട്ടോ. ഒരു ഡിഫറെൻറ്റ് ഫീലിംഗാണ്. എൻ്റെ ടേസ്റ്റ് ബഡ്സ് ഓടി കളിക്കുക. ഒരു ബട്ടർ നാനും കഴിച്ചിട്ട് ഗാർലിക് നാൻ ക്ലോസ് ചെയ്യാം. ഹോട്ട് വാട്ടർ നോർമൽ ഗരം പാൻ ചെയ്തു. എവിടെ ചെന്നാലും ആദ്യം തന്നെ ഒരു ബോട്ടിൽ വെള്ളം കൊണ്ട് ടേബിളിൽ വെക്കുന്ന ഒരു ബിസിനസ് ട്രിക്കാണ്. ഞാനിവിടെ വെള്ളത്തിന് ചൂടുവെള്ളം ചോദിച്ചപ്പോഴേ വെള്ളം ചോദിച്ചു, ചൂടുവെള്ളം മതി എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ മിനറൽ വാട്ടർ ചൂടാക്കി തരാമെന്ന്. ഇപ്പോൾ ഒട്ടിച്ച് മിനറൽ വാട്ടറായി. എന്ത് സ്റ്റാറ്റിക്സ്! ഈ ബിസിനസ് തന്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കുക. വൈകിട്ടാ ചട്ട വീണ പണിയാവും. ലാസ്റ്റ് ഗാർലിക് നാൻ കറിയും കപ്പത്തേക്കാം. ഓർമ്മ ഉണ്ടല്ലോ, കണ്ടില്ല പോയി. ഇത് തീർക്കാം. ഒരിക്കുള്ള ആരം ചൂടുകളും കൂടെ തന്നോ. ലെഫ്റ്റ് ഹാൻഡിൽ ക്യാമറ ഇരിക്കണോണ്ട് റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ച് വെള്ളം കുടിക്കണം.
തീർന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനൊരു എക്സ്പീരിയൻസിന് വേണ്ടി വന്നതാണ്. കൊള്ളാം. ലോക്ക്ഡൗണിൽ ഇരുന്നപ്പോൾ, ഫസ്റ്റ് കൊറോണ ലോക്ക്ഡൗണിൽ ഇരുന്നപ്പോൾ ഞാനിത് ഇവിടെ വന്നതെന്ന് ആഗ്രഹിച്ചു. അന്ന് പറ്റിയില്ല, ഇപ്പോഴാണ് പറ്റിയുള്ളൂ. ഞാൻ ഷർട്ട് ചാടിച്ചില്ല. സാധാരണ ഗതിയിൽ എന്തെങ്കിലുമൊക്കെ ഷർട്ട് ചാടാനുള്ളതാണ്. ഇത്തവണ ഷർട്ട് ചാടിയില്ല. ബില്ല് വന്നു. സൈനിങ് ഓഫ് ഫ്രം ഗ്രാൻഡ് ട്രങ്ക് റോഡ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഡാബ ചിക്കൻ കറി 320, ഗാർലിക് നാൻ 70, മൊത്തത്തിൽ 488 ഇൻക്ലൂഡിങ് ടാക്സ്, 5% റെസ്റ്റോറൻറ്റ് ടാക്സ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഗ്രാൻഡ് ട്രങ്ക് റോഡ് ധാബ അല്ലെങ്കിൽ ഗ്രാൻഡ് ട്രങ്ക് റോഡ് റെസ്റ്റോറൻറ്റ് ഒരു മോഡേൺ ധാബയാണ്. ഫ്രണ്ടിലും ഇതൊക്കെ ഒരു വണ്ടിയൊക്കെ ഉണ്ട്, പഴയ ട്രക്ക്. ടേസ്റ്റ് വാസ് ഫുഡ്. കുറച്ച് ദിവസമായി ഹൈദരാബാദിൽ വന്നിട്ട് ഹൈദരാബാദിൽ നിന്ന് ടേസ്റ്റിൽ നിന്ന് മാറി വേറൊരു ടേസ്റ്റ് ട്രൈ ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഗ്രാൻഡ് ട്രങ്ക് റെസ്റ്റോറൻറ്റിൻ്റെ ഓർമ്മ വന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കറിയില്ലല്ലോ അന്നത്തെ GT റോഡിലുള്ള ക്യൂസിൻസ് ഇതാണെന്ന് വെച്ചാൽ കമ്പയർ ചെയ്യാൻ എനിക്കറിയില്ല. പക്ഷേ ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ടേസ്റ്റ് ഗുഡ്. ഹൈദരാബാദിൽ നിന്ന് മാറിയൊരു ടേസ്റ്റ്. നൈസ്. ഓക്കെ, ബൈ ബൈ. GT റോഡിനെ പ്രതികരിച്ച്, ഗ്രാൻഡ് ട്രങ്ക് റോഡിനെ പ്രതികരിച്ച് ഒരു റെസ്റ്റോറൻറ്റ് ഹൈദരാബാദുണ്ട്. ഈ ചുറ്റുവട്ടത്തേക്ക് വല്ലതും പോവുകയാണെങ്കിൽ വരിക. ഒരു എക്സ്പീരിയൻസ്. സാധാരണ നമ്മൾ സ്ഥിരം കഴിക്കുന്ന ക്ലീഷയിൽ നിന്നൊരു മാറി വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ, ടാറ്റ, ബൈ ബൈ.